ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കംപ്ലൈൻ്റ് ആണ്. അതായത് സബ്മേഴ്സിബിൾ പമ്പ് ഉണ്ട്. സബ്മേഴ്സിബിൾ പമ്പ് അതിലേക്ക് വന്ന് ഔട്ട് വന്നിരിക്കുന്ന അതിൽ പൈപ്പ് വന്നിട്ടുണ്ട്. ആ പച്ച ഓസാണ് വന്നിരിക്കുന്നത്. ഈ പച്ച ഓസ് നമ്മൾ കെട്ടുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും വെയിൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഹൈ ചൂടാവുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കണ്ടോ, ഈ പൈപ്പ് കെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, പൈപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ആ മുകളിലെ ഗ്രില്ലിനോട് ചേർത്താണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ചൂടായ ശേഷം അവിടെ ഒരു കർവ് ഉണ്ടായിരുന്നു. ആ കർവിൽ വന്നിരിക്കുന്ന ഏരിയ കണ്ടോ വളഞ്ഞ് ഒടിഞ്ഞു പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് വളഞ്ഞ് ഒടിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ കർവ് ചെയ്ത് കെട്ടുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മുടെ കമ്പിയോട് കിട്ടുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളും അടിക്കുകയും ചെയ്യും, അതുപോലെ ചൂട് വരികയും ചെയ്യും. ഈ ചൂട് വരുന്ന സമയത്ത് അവിടെ കണ്ട് ഒടിഞ്ഞതിന് ശേഷം ടൈറ്റ് ചെയ്ത് ഒടിഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് പൈപ്പ് നമ്മൾ മോട്ടർ, അതായത് നമ്മൾ മോട്ടർ അടിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം പുറത്തേക്ക് വരാത്തൊരവസ്ഥയായിരിക്കും. ഇനി എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടൈറ്റ് ചെയ്ത് ഒടിഞ്ഞിരിക്കുന്ന സമയം കുറേ കാലങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ, വെള്ളം വരാത്ത കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് കത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒടിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ആ പൈപ്പ് ഇനി കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. നമ്മൾ ചൂടാക്കിയാലൊന്നും ക്ലിയറായി വരില്ല. കാരണം അത്യാവശ്യം ആ ഉള്ളിൽ നന്നായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ടാവണ്ട. ഞാൻ ജസ്റ്റ് വലിച്ച് പുറത്തേക്കിട്ട് തന്നെ കാണിച്ചിരിക്കാം. ആ വലിച്ച് പുറത്തേക്കിട്ട് ടൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കാം. അതുകൊണ്ട് ആ ഒടിഞ്ഞിരിക്കുന്ന സാധനം ഇനി നമ്മൾ ഇങ്ങനെയാണ് ടൈറ്റ് ചെയ്ത് കെട്ടേണ്ടത്. അതായത് ഒട്ടും തന്നെ ടൈറ്റ് വരാത്ത രീതിയിൽ, എന്നാൽ താഴേക്ക് പൈപ്പ് ഇറങ്ങി പോരാത്ത രീതിയിൽ തന്നെ ഒരു കർവ് എന്ന രീതിയിൽ. ഈ കർവ് വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്ത് കിണറിൻ്റെ അകത്തിടാം. ഇനി അതല്ല, കിണറിൻ്റെ ഈ കർവ് വരുന്ന പൈപ്പുകളെല്ലാം വേണമെങ്കിൽ നമുക്ക് പുറത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം അതാണ്. മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നോർമൽ ലെവലിൽ ഒരു ലോഡ് വരാവുന്ന രീതിയിൽ കെട്ടി അതിനുശേഷം നമ്മൾ ആ ഒടിഞ്ഞ ഭാഗം നമ്മൾ പുറത്തേക്ക് എടുത്തിരിക്കുകയും ചെയ്യുന്നത്. ആ ഒടിഞ്ഞ ഭാഗം ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ കണ്ട. ആ ഒടിഞ്ഞിരിക്കുന്ന ഏരിയയിൽ ആ ഒടിഞ്ഞ അത്രയും സ്ഥലം ആ വിട്ട് പൈപ്പ് രണ്ടായി മാറി കഴിഞ്ഞു. ഇനി നമ്മളിത് മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ലീക്കായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കെട്ടുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പൈപ്പ് കെട്ടാനായിട്ട്. ഇനി നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ടർ വാങ്ങിക്കേണ്ടി വരും. കണക്ടർ വാങ്ങിച്ചിട്ട് രണ്ട് പൈപ്പും വരുന്ന ഏരിയയിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു കണക്ടർ ഇട്ട് കണക്ട് ചെയ്യുകയാണ് ഇനി അതിൻ്റെ ഒരു സൊല്യൂഷൻ വരുന്നത്. ഇനി അതല്ല, നമുക്ക് വേണമെങ്കിൽ ആ പൈപ്പ് മൊത്തം മാറ്റി കളയാനായിട്ട് നമുക്ക് എക്സ്പെൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ പൈപ്പ് മൊത്തം മാറ്റി കളയാം. അതിനേക്കാൾ നല്ലത് ഒരു കണക്ടർ ഇട്ട് ടൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ വരുന്ന ഏരിയയിൽ, അതായത് നമ്മൾ ഈ പറയുന്ന മോട്ടറിൽ നിന്ന് വന്നിരിക്കുന്ന ഔട്ട് പൈപ്പ് നമ്മൾ മുകളിൽ കെട്ടി വയ്ക്കുന്ന സമയത്ത് കുറച്ച് കർവ് വരുന്ന ഏരിയയിൽ ഓവറായിട്ട് കർവ് വരാത്ത രീതിയിൽ വേണം കെട്ടാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, ഇതുപോലെ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ ടൈറ്റ് ചെയ്ത് ആ ഏരിയ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒടിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈ എക്സ്പെൻസ് ആണ് വരുന്നത്. ഈ പൈപ്പ് വാങ്ങിക്കുന്നതിന് നല്ല മീറ്ററിന് നല്ല റേറ്റ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അത്രയും പൈസ ലാഭ്സായിരിക്കും പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ കണക്ടർ ഇട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കറക്റ്റ് ജോയിൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ പോലും ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ കറക്റ്റ് കർവ് ചെയ്യുന്ന സമയത്ത് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആ എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ചാനൽ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.